കോൺഗ്രസ് നേതാവ് എം ലിജു ചേരുന്നുണ്ട്. ലിജു, ആദ്യം തന്നെ കോൺഗ്രസ് പ്രവർത്തകർക്കും നേതാക്കൾക്കും ഇത് വലിയ ആശ്വാസമാണ്. കാരണം ഇതിലൊരു തീരുമാനമുണ്ടാകുന്നു. ഈ ചടങ്ങിൽ പങ്കെടുക്കണോ വേണ്ടയോ എന്നതിൽ ഒരു നിലപാടില്ലായ്മയുണ്ട് എന്നുള്ളതായിരുന്നല്ലോ വലിയ വിമർശനം. എന്തായാലും ആ നിലപാടുണ്ടാകുന്നു എന്നത് നേതാക്കൾക്ക് ആശ്വാസമാണോ? നിലപാടില്ല എന്നത് തെറ്റായ വ്യാഖ്യാനമായിരുന്നു. കാരണം കോൺഗ്രസ് ഒരു രാജ്യത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മതേതര രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ കേട്ട് ഏറ്റവും ഉചിതമായ ഒരു തീരുമാനമെടുക്കുക എന്നുള്ളതായിരുന്നു രാമജന്മഭൂമി പ്രശ്നത്തിൽ കോൺഗ്രസിന്റെ നേതൃത്വം എടുത്ത നിലപാട്. ഏറ്റവും ഉചിതമായ രീതിയിൽ ഈ ഫെബ്രുവരി 20 ചടങ്ങ് വേണ്ടി ശ്രീ ലിജു, താങ്കൾ യാത്രയിലാണ് എന്ന് തോന്നുന്നു, വ്യക്തമാകുന്നില്ല. ഹലോ, ലിജു പറയൂ. ഏറ്റവും ഉചിതമായ ഒരു തീരുമാനമാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിന്റെ ഭാഗത്തുണ്ടായിരിക്കുന്നത്. രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി മതത്തെ ദുരുപയോഗം ചെയ്യുന്ന BJP-യുടെയും അതിന് യഥാർത്ഥത്തിൽ ഈ ഒരു വിഷയത്തെ അത്തരത്തിൽ രാഷ്ട്രീയമായി ദുരുപയോഗം ചെയ്യുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ചടങ്ങിൽ വിട്ടു നിൽക്കാനുള്ള തീരുമാനം ഏറ്റവും ഉചിതമാണ്. പക്ഷേ ഈ ഉത്തരേന്ത്യയിലടക്കം വലിയൊരു വിഭാഗം ആളുകൾ ഈ പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കണം എന്ന് താല്പര്യപ്പെടുന്നവർ ആണല്ലോ. അതുകൊണ്ടാണല്ലോ കഴിഞ്ഞ ദിവസം DK ശിവകുമാറിനെ പോലെയുള്ളവരോട് മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ അതിൽ പങ്കെടുത്താൽ എന്താണ് തെറ്റ് എന്ന തരത്തിൽ അദ്ദേഹം തിരിച്ചു ചോദിക്കുന്നത്. അതുകൊണ്ട് വ്യക്തിപരമായി പങ്കെടുക്കുന്നത് അത് മറ്റൊരു കാര്യം. പക്ഷെ രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന കോൺഗ്രസിന്റെ മുൻ അധ്യക്ഷൻ അതിന്റെ രാഷ്ട്രീയ ലക്ഷ്യത്തെയും അതിന്റെ പാർട്ടിയെയും തിരിച്ചറിയാനുള്ള ഉത്തരവാദിത്തം കോൺഗ്രസ് പാർട്ടിക്ക്. അതുകൊണ്ട് വ്യക്തിപരമായ ഇഷ്ടമുള്ളവർക്ക് പങ്കെടുക്കാം, അത് വിഷയമല്ല. പക്ഷെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വം നിൽക്കുന്ന ആളുകൾ അപ്പൊ അങ്ങനെ പോകുമ്പോൾ അത് തെറ്റായ ദുർവ്യാഖ്യാനം ചെയ്യപ്പെടും. അല്ല, ഇപ്പോൾ DK ശിവകുമാർ പങ്കെടുത്താൽ, DK ശിവകുമാർ ആ ചടങ്ങിൽ പങ്കെടുത്താൽ അതിനെ ഏത് നിലയിലാണ് കാണേണ്ടത്? അത് ഇനി അത് വരും ദിവസങ്ങൾ അദ്ദേഹം ഉൾപ്പെടെയുള്ള ആളുകളാണ് ആ കാര്യത്തിൽ തീരുമാനിക്കേണ്ടത്. ഇപ്പൊ ചടങ്ങിൽ ഉദ്ഘാടന ചടങ്ങ് കൊണ്ട് മാത്രം രാമജന്മഭൂമി ക്ഷേത്രം അവസാനിക്കുന്ന കാര്യമൊന്നുമല്ലല്ലോ. പിന്നീടാണെങ്കിലും അല്ല, അങ്ങനെ പറയുമ്പോഴോ അതിലൊരു വ്യക്തതക്കുറവല്ലേ ഉണ്ടാകുന്നത് ശ്രീ ലിജു? അതായത് കോൺഗ്രസ് പങ്കെടുക്കില്ല, പക്ഷേ കോൺഗ്രസ് നേതാക്കൾക്ക് വ്യക്തിപരമായി പങ്കെടുക്കാമെന്ന് പറഞ്ഞാൽ ഇനി അതിലെന്ത് വ്യക്തതയാണുള്ളത്? ഇങ്ങനെ ചോദ്യത്തിന് തന്നെ എന്ത് പ്രസക്തിയാണുള്ളത്? ഇങ്ങനെ ഒരു ക്രോസ് എക്സാമിനേഷൻ എന്ത് പ്രസക്തിയാണുള്ളത്? ഇത്തരത്തിലൊരു സ്റ്റേറ്റ്മെന്റ് കോൺഗ്രസ്, ജയറാം രമേശ് ഒരു സ്റ്റേറ്റ്മെന്റ് പുറത്തിറക്കുന്നത് ഒരു പ്രസക്തിയും ഇല്ലാത്തത് കൊണ്ടാണോ? അല്ല, ഞാൻ അതല്ല പറഞ്ഞത്. നിങ്ങളുടെ ചോദ്യത്തിന്റെ പ്രസക്തി ഇല്ലായ്മയാണ് ഞാൻ പറഞ്ഞത്. അതായത് ഒരു വ്യക്തമായ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം തീരുമാനിക്കുന്നത് ഞങ്ങളുടെ ഔദ്യോഗികമായ ഭാരവാഹികളെ ക്ഷണിക്കുന്ന ചടങ്ങിൽ കോൺഗ്രസിന്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ പങ്കെടുക്കില്ല. കോൺഗ്രസിന്റെ നേതാക്കന്മാരെന്ന് പറഞ്ഞാൽ സോണിയാഗാന്ധി അല്ലെങ്കിൽ ആ തരത്തിലുള്ള പ്രധാനപ്പെട്ട നേതാക്കന്മാർ, ആ തരത്തിലുള്ള ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ പങ്കെടുക്കുന്നില്ല എന്നുള്ളത് ക്രിസ്റ്റൽ ക്ലിയർ ആണ്. എങ്കിൽ പിന്നെ അതിനകത്ത് DK ശിവകുമാർ പോവുമോ, ഇനി അശോക് ഗെഹ്ലോട്ട് പോകുമോ, അല്ല ഉത്തരേന്ത്യയിലെ മധ്യപ്രദേശിലെ ഇനി സാദ്പൂർ സിംഗ് പോകുമോ എന്നൊക്കെ ചോദ്യത്തിന് എന്താണ് പ്രസക്തി? ഒരു രാഷ്ട്രീയ പാർട്ടി എന്നതിൽ കോൺഗ്രസ് പോകുന്നില്ല എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് പോകുന്നില്ല, അതാണ് പ്രസക്തമായ കാര്യം. എന്തായാലും എനിക്ക് താങ്കൾ അത്തരത്തിൽ അത് വ്യക്തിപരമായി പോകണമെങ്കിൽ പോകാമെന്ന് പറഞ്ഞത് കൊണ്ടാണ് എനിക്ക് വ്യക്തത. ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. ഞാൻ പറഞ്ഞതല്ല, അത് നിങ്ങളുടെ ചോദ്യത്തിന്റെ ഞാൻ പറഞ്ഞത്. നേരത്തെ അങ്ങനെ പോകുന്ന ആളുകൾ എന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞിപ്പം നാട്ടിലെ കോൺഗ്രസ് പ്രാദേശികമായി നിൽക്കുന്ന കോൺഗ്രസ് പ്രവർത്തകരാരെങ്കിലും നാട്ടിലേതെങ്കിലും ഭക്തരായ വ്യക്തികൾ, പ്രാദേശിക നേതാക്കന്മാർ പങ്കെടുത്തു എന്ന് പറഞ്ഞ് ഇന്ന ആളിൽ പോയില്ല എന്ന് ചോദിക്കുന്നത് പ്രസക്തിയില്ല. ഒരു ഔദ്യോഗിക സ്ഥാനത്തിരിക്കുന്ന വ്യക്തികളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. കോൺഗ്രസിന് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ നിൽക്കുന്ന ആളുകൾക്ക് അങ്ങനെ പോകാൻ കഴിയില്ല. അതാണ് പറഞ്ഞതിന്റെ കാര്യം. കാരണം നാട്ടിൽ ഭക്തരായിരിക്കും, രാമഭക്തരായിരിക്കും, അവരുടെ പോയെന്ന് പറഞ്ഞു രണ്ട് കണ്ടില്ലേ, കോൺഗ്രസിന്റെ ബ്ലോക്ക് സെക്രട്ടറി പോയി, ഇന്ന് ബൂത്ത് പ്രസിഡന്റ് പോയി എന്ന് പറയാൻ പറ്റില്ല. ഞാൻ അതിനെയാണ് പറഞ്ഞത്. അത് വ്യക്തമാണ്. അതായത് ഉത്തരവാദിത്തപ്പെട്ട പദവികളിൽ ഇരിക്കുന്നവർ, സ്ഥാനങ്ങൾ വഹിക്കുന്നവർ എന്തായാലും ഈ ചടങ്ങിൽ പങ്കെടുക്കില്ല എന്ന് പറയുന്നു. ശ്രീ സന്ദീപ് വാര്യർ കൂടി